ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആസ് യൂഷ്വൽ ഞാൻ അശ്വിൻ്റെ വീട്ടിലാണ്. അവിടെയാണ് ഞാൻ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. അശ്വിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഉള്ളിത്തൊക്ക് അത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു. അശ്വിൻ്റെ അമ്മ അത് ഒന്നും കൂടെ ഉണ്ടാക്കുമ്പോൾ ഓർഡർ വല്ലതും അതൊന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ കാണിച്ചു തരണം. കാരണം ഞാൻ തന്നെ എടുത്ത് കൊണ്ട് എനിക്ക് അതിൽ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നതിൽ അശ്വിൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് കൂട്ടത്തിൽ കുറച്ച് ഇഷ്ടം ആ ഒരു സാധനത്തിനോടാണ്. ഭയങ്കര ഒരു അച്ചാറിൻ്റെ കൂട്ടത്തിൽ വന്നാൽ അതിൽ ഉള്ളിത്തൊക്കിനോടാണെങ്കിൽ കുറച്ചധികം ഒരു ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഇന്ന് ഫൈനലി സത്യം പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന എന്നിവരെ എനിക്ക് കാണാൻ പറ്റില്ല. ഇന്നാണ് ഫൈനലി ഇത് കാണാൻ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഇവിടെ വന്നെത്തിയിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. അശ്വിൻ ഇവിടെ ഇരുന്ന് ബിസി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഹായ്. ബാക്ക് ലൈറ്റ് ആയതുകൊണ്ട് കിട്ടുന്നില്ലല്ലേ, ഫുള്ള് ഇരുണ്ട് പോയി. ഇങ്ങോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ താനും ഉണ്ടാവുമല്ലോ. പിന്നെന്താ, നീ ഉള്ളി അരിയുമ്പോൾ തന്നെ നീ തിരിച്ചു വിടാം. അത് ശരി. അതെ, ഉള്ളി അരിഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ ആരെയും കാണില്ല. പക്ഷേ ഉള്ളി അരിയുന്നത് എനിക്ക് ഇഷ്ടമല്ല, കണ്ണൊക്കെ വെള്ളം വരും. പിന്നെ അശ്വിൻ എടോ തൻ്റെ എന്നൊക്കെ വിളിക്കുന്ന ഇവിടെ കുറച്ച് പേർക്ക് വിഷമമുണ്ട്. അവർ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടാന്നോ ചേട്ടാന്നോ വല്ലതും വിളിച്ചാൽ അവർക്ക് മനസ്സ് നിറയുമെന്ന് പറഞ്ഞു. അശ്വിനേട്ടാ ഓക്കെ. സോ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റിയാക്ഷൻ കിട്ടിയല്ലോ. ഹി ഹേറ്റ്സ് സച്ച് തിങ്സ് ആൻഡ് ഈവൻ ഐ ഹേറ്റ് ഇറ്റ്. ഞാൻ അറിയാതെ എങ്ങനെ ഏട്ടാന്ന് പോലും വിളിച്ചു കഴിഞ്ഞാൽ ഇവ എൻ്റെ അടുത്ത് ബ്ലോഗ് കെട്ടിയത് ഒന്നും കൂടെ ആ സാധനം റീടേക്ക് ചെയ്യാൻ പറയും. അത് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഓൾമോസ്റ്റ് ഒരേ ഏജ്, 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്ങനെ കയറി ഏട്ടാന്ന് വിളിക്കുന്നത്? ഇമാജിൻ അശ്വിനേട്ടാന്ന് എന്തോന്ന്. ശരി, അപ്പോൾ നമ്മൾ പോയിട്ട് വീഡിയോ കാണിച്ചു തരാവേ. ഉള്ളിത്തൊക്കിനായിട്ടുള്ള ഉള്ളി റെഡിയാണ്. അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അരിഞ്ഞോ കുഴപ്പമില്ല. അരിഞ്ഞു നല്ല വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രഷ് ഒണിയൻ നല്ല കട്ട് ചെയ്തിട്ട് വാഷ് ഒക്കെ ചെയ്ത് ഇപ്പോൾ അവിടെ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് ഇതിലിട്ടിട്ട് ഇനി കുറച്ചുകൂടെ അത് ഫൈനലി ചോപ്പ് ചെയ്യും. എന്നിട്ടാണ് ഈ തൊക്കിനകത്ത് ഇടുന്നത് അല്ലേ? എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതെ, ഇല്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് കരിയും. ഓ, ഇതാണ് ചോപ്പിംഗ് സാധനം. ഭയങ്കര ഫൈനായിട്ട് ചോപ്പ് ചെയ്യും. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അത് നിറച്ചും വരും ഉള്ളി. ഇത്രയേ നിറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മുഴുവൻ അരിയാനുണ്ട്. ഓക്കെ, നമ്മളിത് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇത് പുളിവെള്ളം അല്ലേ? പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നു. പുളിവെള്ളം ഇതിലൊഴിക്കാൻ വെറുതെ ഷോ ഇറക്കുന്നു. അനാവശ്യ ഷോ ഇറക്കുന്നു. മിക്സ്. See, you have to sort it. ഓക്കെ, നമുക്ക് അമ്മേ എൻ്റെ കണ്ണ് തീർന്നേ. അയ്യോ എൻ്റെ ദൈവമേ. This is my അവസ്ഥ. ഇപ്പൊ നല്ല ശുദ്ധമായ എണ്ണയാണ്. ശുദ്ധമായ നല്ലെണ്ണയോ? നല്ലെണ്ണ. ഓക്കെ, നല്ലെണ്ണ is good for health. അശ്വിൻ ഇങ്ങ വന്നേ. അശ്വിൻ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഉള്ളി നല്ലപോലെ വഴട്ടി അതായത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന പോലെ വഴണം. എണ്ണ വിനീഗറും വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാത്തതുകൊണ്ട് വെള്ളത്തിന്റെ മയം മുഴുവൻ പോയാൽ എണ്ണ പിടിക്കണം അതിലോട്ട്. എന്നിട്ടാണ് മസാല ഇടുന്നത് അല്ലേ? പുളി ഒഴിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പുളി ഒഴിക്കുമ്പോൾ കാണാം.
ഓക്കെ ഇവിടെ കുറച്ച് കുനിഞ്ഞിരുന്ന് ഞാൻ ഓൾറെഡി ഓണാക്കി. നീ പറയണ എല്ലാം അവർ കേട്ട്. കുറച്ച് കുനിഞ്ഞിരുന്നെടുക്ക്. ട്രാൻസ്പെറന്റ് ആവണം വരെ കൊതി വരുന്നുണ്ട്. നല്ല മണം. അടിപൊളി അടിപൊളി. കുക്കിംഗ് ചെയ്ത് തെറിച്ച് മെസ്സായി. എത്ര ക്ലീൻ ചെയ്താലും തെറിക്കുമോ? ആണ് ഇത്രയും വലിയ പാത്രത്തിലല്ലേ ഒരു ഭരണി എന്താ പറഞ്ഞത് കലം അറിയണോ? ഇത്രയും വലിയ പാത്രത്തിനകത്ത് ഇതാ ഈ പുളിവെള്ളം മുഴുവൻ ഞാൻ തട്ടാൻ പോവാണേ. യെസ്, ഞാനല്ല തട്ടണേ, ഞാൻ ചുമ്മാ സൈഡായിട്ട് ജാട കാണിച്ച് നിൽക്കത്തേ. ഒരു ചോദിച്ചു. ഓക്കേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. എരിവ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള സംഭവമാണ് പുളി. കൊതിയാവുന്നല്ലേ? ഒരു വൈബുണ്ട്. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ വലിയ കുഴപ്പമില്ല കണ്ണ്. ആണോ? മിക്സ് ചെയ്യുന്നില്ല താൻ? വൈബ് പിടിച്ച് മിക്സ് ചെയ്യും. ഒക്ക നിമിഷം കൊടുക്കു ബാബു. ചോദിക്ക. ഇല്ല, അഭിനയിച്ചിട്ട് വരാം. അതെ, ഇത്രയും നല്ലൊരു മകനെ കിട്ടാൻ ഇവിടെ എല്ലാരും പുണ്യം ചെയ്തിരിക്കണം. അയ്യോ, എനിക്ക് സ്നേഹമുണ്ട്. ഞാൻ നല്ല വെച്ചാ, ഇവനാണ് ഫേക്ക്. ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റണില്ലല്ലേ? മുളക് പൊടി ഇടുന്നതാണ് മാസ് അല്ലേ? ഇത് ഫ്രഷ് ആയിട്ട് പൊടിച്ച മുളക് പൊടി. ഓ, മഞ്ഞപ്പൊടി വീട്ടിൽ പൊടിച്ചത്. ഓ, എന്ത് യൂസ് ചെയ്താലും മഞ്ഞപ്പൊടിയായാലും ശരി, നമ്മള് ഇതായാലും ശരി, കടയിൽ നിന്ന് കഴിക്കുന്നതല്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിക്കുന്നതാണ്. പിന്നെ നല്ലെണ്ണ ഭയങ്കര വിലയുള്ള നല്ലെണ്ണ. മറ്റേ നമ്മുടെ മറ്റേ വീഡിയോയില് പറയണ പോലെ ശക്കിലാട്ടണ സുത്തമാണ് നല്ലെണ്ണേ. നമ്മള് വാഴക്കപ്പം ഉണ്ടാക്കുന്നുണ്ടല്ലേ? ആ, ഇത് കഴിഞ്ഞിട്ട് വാഴക്കപ്പം ഉണ്ടാക്കണം. വാഴക്കപ്പം full time working. Log into the host now. Log into host BS. No, host. സോഡാപ്പൊടി പകരം കുറച്ച് ദോശമാവുണ്ട് കഴിച്ചാണ്. അപ്പോൾ സോഡാപ്പൊടി ഒന്നേ ഇടാം. ബേക്കിംഗ് സോഡ ഇടണ്ട, അത് വേണ്ട. അത് എല്ലാവർക്കും വയറ്റിന് പിടിക്കത്തില്ല. അപ്പോൾ ദോശമാവുമ്പോൾ നാച്ചുറലായിട്ടുള്ള പൊടിയായിരിക്കും. ദോശമാവിനകത്തുള്ള ഈസ്റ്റ്, അതിനകത്ത് ഈസ്റ്റ് ഉണ്ട്. ഒരു സ്പൂൺ ഇട്ടാലേ നല്ല ഇതാണ്. ഒരു സ്പൂൺ ഇട്ട് പഞ്ചസാര, മൈദ അല്ല, ഗോതമ്പ് മാവ്. ഓ, ഗോതമ്പ് മാവ്. ഗോതമ്പ് മാവാണ്. ഓക്കെ, മൈദ അല്ലാതെ ശരിയാവുള്ളൂ. അത് ശരിയാ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അപ്പോൾ ദോശമാവും കൂടെ ഒഴിക്കുമ്പോൾ ഗോതമ്പ് മാവും അതിനകത്ത് പഞ്ചസാര ഉണ്ടല്ലേ? പഞ്ചസാര, 2 മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഉണ്ട്, ഒരു കളർ വേണം, കളറിന്. ഓക്കെ. ഓ, ദോശമാവ് ഇപ്പൊ ആഡ് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ആഡ് ചെയ്യണം. അതായത് സോഡാപ്പൊടി. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനകത്ത് ദോശമാവ് ബേക്കിംഗ് സോഡയ്ക്ക് പകരം ദോശമാവ് പൊടി ഇടും. അപ്പോൾ ദോശമാവ് ഒരു പൊടിക്ക് ഒഴിക്കുമ്പോൾ അതിനകത്തുള്ള ഈസ്റ്റ് കയറി അതിന് ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് ഓൾട്ടർനേറ്റീവ് ആവും. എല്ലാം കഴിയുന്നത് നാച്ചുറലായിട്ട് ആർട്ടിഫിഷ്യൽ. എനിക്കിത് ഈ പരുവത്തിലുള്ള പഴമാണ് കേട്ടോ ഇഷ്ടം. ചിലവർ ഭയങ്കര പഴുത്ത പഴം എടുത്തുണ്ടാക്കും. അത് പൊതുവെ എനിക്കൊന്ന് കേരളത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ ആക്കുന്നത്. ആയിട്ടുണ്ടോ, ഭയങ്കര പഴുത്ത പഴം വെച്ചാക്കും. എനിക്ക് പഴുത്ത കുഴഞ്ഞിരിക്കുന്ന പഴം വെച്ചുള്ള വാഴക്കപ്പം ഒട്ടുമേ ഇഷ്ടമല്ല. പക്ഷേ എന്നാൽ എൻ്റെ വീട്ടിലുള്ളവരും ഐ തിങ്ക് അശ്വിനും കുറച്ച് പഴുത്തിട്ടുള്ള പഴം വെച്ചാക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഇത് ഇത്ര പഴുത്താൽ മതി. ഇത് കുറച്ച് ഹാർഡായിട്ടിരുന്നാൽ വാഴക്കപ്പം കഴിക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഉള്ള. വാഴക്കപ്പത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് ബാറ്റർ വന്നിട്ട് ഇതേപോലത്തെ കറക്റ്റ് ഒരു ലൈറ്റ് മഞ്ഞ കളറിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം.
ചിലതൊരു ഭയങ്കര ഒരു ഡാർക്ക് മഞ്ഞ പോലത്തെ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് വരും, വിച്ച് ഐ ഡോണ്ട് ലൈക്ക്. അങ്ങനത്തെ ഷെയ്ഡ് ഞാൻ കഴിക്കുന്നില്ല. ഈ ഷെയ്ഡാണ് ഞാൻ കഴിക്കുന്നത്, നല്ല രസമുള്ള ലൈറ്റ് മഞ്ഞ ഷെയ്ഡ്. ഇത് അശ്വിൻ്റെ അച്ഛനും പഴുത്ത പഴമാണ് കേട്ടോ വാഴയ്ക്കപ്പം ഇഷ്ടം. ഇപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല പഴുത്ത പഴം തന്നെയാണ് നല്ലത്. ഇനി ഇതിനകത്ത് നമ്മുടെ അടിയിലുള്ള നല്ലെണ്ണ പൊങ്ങി വരണം, സെപ്പറേറ്റ് ആവണം ഈ വാട്ടറുമായിട്ട്. അപ്പോഴാണ് ഇനി നമ്മൾ മസാലയൊക്കെ ഇടുന്നത് ഫ്രഷായിട്ട്. ഇവിടെ പുള്ളിക്കാരിയാണ് എല്ലാ ഹെൽപ്പും ചെയ്യുന്നത്. ഹായ് സെൽവി, സെൽവി നല്ല പേര്. അമ്മ അത് പഴയ അത് കളയാം. ഇതിനെ ഹാഫായിട്ടല്ലേ വെട്ടണേ? അതാ ഒരു തോല് ഇളകിയിട്ടില്ല, തോൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അത്രയും തിന്നായിട്ടാണോ അരിയണേ? ഓ, നമ്മൾ കുറച്ച് കട്ടിയായിട്ടല്ലേ ചെയ്യണേ? ഓ, ഡിഫറെന്റ് ആണ്, തിന്നായിട്ടുള്ള വാഴക്കപ്പം അല്ലേ? ഓക്കെ. ഇവിടുത്തെ ആർക്കും കേരളക്കാർക്ക് പറ്റിയിടാറില്ല. ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ചെയ്യണം. ഓ, അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ആ മാവും അത് ഈക്വലൻ റേഷ്യോയിൽ. ഓ, മറ്റേത് ഇത് അകത്ത് എടുത്തു തിന്നാൻ തന്നെ ഒരു 1/2 കിലോ എടുക്കുന്നുള്ളൂ പാകം. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഈ തൊലി മാത്രം തന്നെ ആയിട്ടാണ് നമുക്ക് പിടിച്ച് ഒരു ഗ്രിപ്പും കിട്ടാൻ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ടിപ്പാണ്. ഓ, ടിപ്സ്. ഓക്കെ. എണ്ണ വിളച്ചു തുടങ്ങി. നല്ലെണ്ണയാണല്ലേ? ഇത് വെളിച്ചെണ്ണയാണോ? സോറി. ആ ശരിയാ, വെളിച്ചെണ്ണ മണം അടിച്ചു തുടങ്ങി. എനിക്ക് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നല്ലെണ്ണയാണെന്ന് വിചാരിച്ചു. സ്മെല്ലടിച്ചപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയാണെന്ന് മനസ്സിലായി. അത് മതി, കഴിക്കാനില്ലേ, അതിന് ഷേപ്പ് മതി. അശ്വിൻ്റെ ചേട്ടൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ ടൈമിലുള്ള ഫോട്ടോ ആണ് കേട്ടോ. അശ്വിൻ എനിക്ക് തോന്നുന്നു 12th സ്റ്റാൻഡേർഡോ ഫസ്റ്റ് ഇയറോ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു. കുട്ടി പയ്യൻ. ഇപ്പത്തെ അശ്വിൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഹായ്. വാഴയ്ക്കപ്പം റെഡിയാവും. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഫ്രഷായിട്ട് ആക്കിയ വാഴയ്ക്കപ്പം. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമ്മളൊക്കെ പൊതുവെ കുറച്ച് തിക്കായിട്ടുള്ള വാഴയ്ക്കപ്പം. ഇത് വളരെ എത്ര തിന്നാന്ന് കണ്ടോ, ഒരു ചിപ്സ് പോലെ. ശരിയാ, ഇത് കഴിക്കാൻ കുറച്ചൊരു എളുപ്പമാണ് അല്ലേ? ഇത് വളരെ തിന്നായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഐ തിങ്ക് ഒരാൾക്ക് തന്നെ ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സൈസാണ് കേട്ടോ. ഐ തിങ്ക് കുട്ടികൾക്ക് മറ്റേതാകുമ്പോൾ കുറച്ച് മടുപ്പ് വരും, തിക്കർ ടേസ്റ്റ് ആകുമ്പോൾ. അതാകുമ്പോൾ കുട്ടികൾ കഴിക്കും. ആൻഡ് ഇറ്റ്സ് ടോട്ടലി ഹെൽത്തി. ഷുഗറും കുറച്ച് ഇട്ടുള്ളൂ, അധികം ഷുഗറില്ല, കുറച്ച് ഷുഗർ ഇട്ടുള്ളൂ ജസ്റ്റ് ആ ടേസ്റ്റിന്. ഇതാ കറക്റ്റ്, എനിക്ക് ഇത്ര ഷുഗറാണ് ഇഷ്ടം. ഇതാ നല്ല. ഇഷ്ടമായോ? അടുത്ത ബാച്ചാക്കി. ലാസ്റ്റ് ബാച്ച് പൊങ്ങി വരുന്നു. സോറി, ബബിള് പോലെ. ബലൂൺ. ഇനിയിപ്പോൾ ആൾക്കാർ വാഴയ്ക്കപ്പം കൂടെ ഓർഡർ ചെയ്യും മിക്കവാറും. ഓൺലൈൻ വഴി വാഴയ്ക്കപ്പം ഓർഡർ ചെയ്ത് പാക്ക് ചെയ്ത് തരാൻ പറയും. അതൊക്കെ ഇവിടെ ലൈവായിട്ട് വന്നാൽ ഉണ്ടാക്കി തരാം. ഒരു വാഴയ്ക്കപ്പം 5 രൂപ. ഒന്നുമില്ല. അതൊന്നും ഫ്രീ ആയിട്ടൊന്നും പറ്റൂല. ഇവിടെ 5 രൂപ ഒരെണ്ണം. സ്നേഹം ഇല്ലാത്തവർക്ക് അപ്പോൾ 10 രൂപ വെച്ച് ചാർജ് ചെയ്യാം.
നമ്മളിത് കല്ലുപ്പാണ് കേട്ടോ ഇടാൻ പോകുന്നത്. എണ്ണ പിരിഞ്ഞ് വരണുണ്ട്. ആ എണ്ണ സെപ്പറേറ്റായി. അടുത്ത മുളക് പൊടി. ഇവര് തന്നെ പൊടിച്ച മുളക് പൊടിയാണിത്. ഞാൻ ഇപ്പൊ തന്നെ തുമ്മി തുടങ്ങി. ഇത് പൊതുവെ എന്തിന്റെ കൂടെയാ കഴിക്കുന്നത്? ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൊറോട്ട എന്തിനോടാണോ കഴിക്കുക അല്ലേ? ചോറ്, ചപ്പാത്തിയോടെയും ദോശയ്ക്ക് അടിപൊളിയായി. പെട്ടെന്ന് നമ്മൾ പുറത്ത് പോയിട്ട് ഞാൻ അന്ന് ദോശയുടെ കൂടെ കഴിച്ചല്ലേ അന്ന് രാത്രി. ഉള്ളി ചമ്മന്തി നിങ്ങൾ ഉള്ളി ചമ്മന്തി അപ്പോൾ അരക്കുന്നത് നമ്മൾ സ്റ്റോർ ചെയ്തതാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് മഞ്ഞപ്പൊടി ആക്കുന്നത്. അടുത്ത മഞ്ഞപ്പൊടി, ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടി. കറുപ്പാണ്. മറ്റേ മസ്റ്റേർഡ് സീഡ്, കടുകിന്റെ പൊടിച്ചതല്ലേ? ആ പെട്ടെന്ന് കണ്ട കുരുമുളകാന്ന് വിചാരിക്കും. ഇത് ഉലുവപ്പൊടി അല്ലേ? ഇത് വറുത്ത് പൊടിച്ചു വെക്കും. അല്ലാതെ തന്നെ ഈ ഉലുവ പൊടി എന്താണ് ഉച്ചയാകുമ്പോൾ സകലം വെണ്ണീരിലേക്ക് കുടിച്ചാൽ ഷുഗർ ഉള്ളവർക്ക് കൺട്രോളിലായിരിക്കും. ഷുഗർ കുറയും പറയത്തില്ല, ഷുഗർ അങ്ങനെ കൺട്രോൾ ആവും. ഉച്ചയാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ 10 ഗ്രാം പറയും. വയറ് ചൂട് കൊണ്ട് വയറ് കഴിഞ്ഞിട്ട് അതെ അതെ ഷുഗർ കുറേ കംപ്ലീറ്റ് പോകുന്നു പറയത്തില്ല, കൺട്രോളിലായിരിക്കും. ഉപ്പ്, പുളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, കടുക് എല്ലാം ഇട്ടു. അങ്ങനെ നമ്മുടെ ഉള്ളിത്തൊക്ക് ദേ റെഡി ആയിട്ടുണ്ട്. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. കറക്റ്റ് പുളിപ്പും കറക്റ്റ് ഉപ്പും കറക്റ്റ് എരിവും. ഞാൻ ഇതായിരുന്നു മുമ്പ് ദോശയുടെ കൂടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കഴിക്കാൻ തന്നെ. കാരണം പൊതുവേ ഞാൻ ദോശ വെറുതെ കഴിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ കൂടെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ 5-6 ദോശ അകത്ത് പോയി. പിന്നെ ചപ്പാത്തി, പൊറോട്ട, നമ്മുടെ പൂരി, തൈര് സാദം, ചോറ്, ഇഡ്ഡലി എല്ലാത്തിൻ്റെ കൂടെയും ചേരുന്നൊരു പക്ക സാധനമാണ് കേട്ടോ ഇത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയതിന് ശേഷം ബോട്ടിലിനകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യും. സോ ദാറ്റ് ഇന്ന് കുറച്ച് ഓർഡേഴ്സൊക്കെ ഇതിന് കൊടുക്കാനുണ്ട്, അതൊക്കെ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാം. ഞാൻ അടിച്ചു പൊളിച്ച് വാഴക്കപ്പൊക്കെ തിന്നു. ഇത് തണുത്തിട്ടുണ്ട് ഫസ്റ്റ് ബാച്ച്. അപ്പോൾ നമുക്ക് അതിനെ ജസ്റ്റ് നമ്മുടെ ഈ ജാറിലോട്ട് കയറ്റാം. ഇത് ഒരു ജാർ എത്രയാണോ ഉള്ളിത്തൊക്ക്? 150 ഉള്ളി 150. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ജാറ് വരുന്നത് 150 റുപ്പീസാണ്. അപ്പോൾ ബാക്കി എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഒരു സൈസിൽ വരുന്ന അച്ചാറൊക്കെ? നമുക്ക് മാംഗോ പിക്കിൾ ഉണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്, നെല്ലിക്ക പിക്കിൾ, കണ്ണിമാങ്ങ ഉണ്ടല്ലോ, കണ്ണിമാങ്ങ അച്ചാറുണ്ട്, പിന്നെ ഏതൊക്കെ വരുന്ന അച്ചാറ്? പാവയ്ക്ക അച്ചാറുണ്ട് അല്ലേ? ഓ, പാവയ്ക്ക അച്ചാർ. ഇതില്ല, നാരങ്ങ ഉണ്ട്. നാരങ്ങ. പാവയ്ക്ക പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കയ്പ്പ് ചെയ്തത് ഇഷ്ടമല്ല. ഇപ്പൊ അശ്വിൻ ഫോർ എക്സാമ്പിൾ
പുള്ളിക്കാരനെ കയ്പ് ഇഷ്ടമേ ഇല്ല. ഞാൻ പുള്ളിക്കാരെന്ന് വിളിക്കുന്ന ആൾക്കാർ പറഞ്ഞത് പുള്ളിക്കാരെന്നാണോ വിളിക്കുന്നത്? ഞാൻ അങ്ങനെ പൊതുവെ സംസാരിക്കുന്നത്. എനിക്ക് ഏട്ടന് ഇഷ്ടം, ഏട്ടൻ്റെ ഇഷ്ടം, ഏട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം, എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ആൻറ്റിന്നോ അങ്കിളിന്നോ ആണ് വിളിക്കുന്നത്. എൻ്റെ അച്ഛനെ അമ്മേനെ അച്ഛനോ അമ്മാന്നോ വിളിക്കുന്നത്. എനിക്ക് അതേ വായി വരത്തുള്ളൂ. ആൻഡ് ദേ ആർ ഓൾസോ ഓക്കെ വിത്ത് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുന്നവരെ കൊണ്ട് ഏട്ടാന്ന് വിളിപ്പിക്കും, എന്നെ കൊണ്ട് വിളിപ്പിക്കണ്ട. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അശ്വിൻ ചേട്ടൻ പാവയ്ക്ക് ഇഷ്ടമല്ല, പുള്ളിക്കാരന് കയ്പ് വരുന്ന സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷെ എനിക്കും എൻ്റെ അച്ഛനും നമുക്കൊക്കെ ചുണ്ടയ്ക്ക് കയ്പുണ്ട്. പിന്നെ അഗസ്തിപ്പൂ അഗസ്തിപ്പൂല് കയ്പുണ്ട്. അപ്പോൾ അഗസ്തിപ്പൂ തോരൻ, ഇതുപോലത്തെ പാവയ്ക്ക അച്ചാർ, ഇതുപോലത്തെ കയ്പുള്ള സാധനങ്ങളോട് ഭയങ്കര താല്പര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്പുള്ള അച്ചാർ സാധനങ്ങളും. അപ്പോൾ അത് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ പാവയ്ക്ക അച്ചാർ ഇവരുടെ ലിമിറ്റഡ് എഡിഷനാണ്, പെട്ടെന്ന് മേടിച്ചോണം. പിന്നെ നാരങ്ങ അച്ചാർ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പുളിപ്പും എരിവും എല്ലാം കൊണ്ട് വരുന്നത്. നമുക്കിപ്പോൾ എന്തിൻ്റെ കൂടെ വേണോ കഴിക്കാം. ഇടിയപ്പം, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട, റൈസ്, കേർഡ് റൈസ് എല്ലാത്തിനോട് കഴിക്കാൻ പറ്റിയ സാധനമാണ് ഉള്ളിത്തൊക്ക്. പിന്നെ ഇതെന്താണ് ലെമൺ ജിഞ്ചർ സ്ക്വാഷ്. ഐ പേഴ്സണലി ഡോണ്ട് ലൈക്ക് ജിഞ്ചർ. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ചോദിച്ചാൽ ഐ എം പ്രിറ്റി ഷുവർ ഹി മൈറ്റ് ടെൽ ലെമൺ ജിഞ്ചർ ഭയങ്കര നല്ലതാണ് ഹെൽത്തിന്. അച്ഛൻ എപ്പോഴും പറയും, പണ്ട് നമുക്കൊക്കെ ത്രോട്ട് പെയിൻ ഒക്കെ ഉള്ളപ്പോൾ അച്ഛൻ ഇഞ്ചി പഞ്ചസാര ഇട്ടിട്ട് കടിക്കുന്നൊക്കെ പറയും. ഞാനൊക്കെ അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി ഓടും അത് കാലത്ത് കൊടുത്തത്. അമ്മയ്ക്കും വലുതായിട്ട് ഇഞ്ചി താല്പര്യമില്ല. ഇപ്പം അതുകൊണ്ടായിരിക്കും നമുക്ക് ആർക്കും ഇഞ്ചി ഇഷ്ടപ്പെടുന്നത്. അമ്മ പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ വയ്യാതിരിക്കുമ്പോൾ കഴിക്കും. ഞാൻ വയ്യാതിരുന്നാലും എച്ചാവാൻ കിടന്നാലും ഞാൻ ഇഞ്ചി കഴിക്കില്ല, എനിക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ഇവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഹിറ്റ് സ്ക്വാഷായിട്ട് പോകുന്നതാണ്. നമ്മുടെ ഗ്രേപ്പ് സ്ക്വാഷ്, നമ്മുടെ നന്നാരി പോലെ തന്നെ ഹിറ്റായിട്ട് പോകുന്നതാണ് ഇവരുടെ ലൈം ജിഞ്ചർ. പിന്നെ അച്ചാർ വരുന്ന ഏതൊക്കെയാണുള്ളത്? നെല്ലിക്ക, നാരങ്ങ, മാങ്ങ, ഉള്ളിത്തൊക്ക്. അപ്പോൾ ഉള്ളിത്തൊക്ക് നമുക്ക് എന്തായാലും കുപ്പിയിലേക്ക് ആക്കിയിട്ട് കാണാം. നമുക്ക് ഉള്ളിത്തൊക്ക് അതിൻ്റെ ജാറിലോട്ട് മാറ്റാം. ഫ്രഷ്ലി പ്രിപ്പയർഡ് ഓണിയൻ തൊക്ക്. ഞാൻ ഈ വീഡിയോ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാമെന്നുള്ളതാണ്. ഇത് ആ ഓർഡർ വന്നതിന് ശേഷമാണ് ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ആക്കിയത് തന്നെ ഒരുപാട് ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്യാനുണ്ട്, ഒരുപാട് ഓർഡേഴ്സ് കൊടുത്തു തീർക്കാനുണ്ട്. അപ്പം അതൊക്കെ കൊടുത്തു തീരുമ്പോൾ തന്നെ ഈ ഒരു ബാച്ച് തീരും. അപ്പം നിങ്ങൾക്ക് ഫ്രഷായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടി കൊടുത്തേക്കുന്ന വാട്സാപ്പിനകത്ത് ഓർഡർ ചെയ്ത് ഈ കാണിച്ചിട്ടുള്ളതിൽ ഏത് ഐറ്റം ആയാലും, ഇപ്പോൾ നന്നാരി സ്ക്വാഷ്, ഗ്രേപ്പ് സ്ക്വാഷ്, അതൊന്നും ഇതിനകത്ത് കാണിച്ചില്ല. അത് പൊതുവേ എല്ലാവർക്കും അറിയാം. അപ്പോൾ വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവർ സെല്ല് ചെയ്യുന്ന എല്ലാ ഐറ്റംസിൻ്റെയും ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇന്ന് എന്താ വേണ്ടത്, ഏത് റേറ്റിനാണ് വേണ്ടതെന്നുള്ളത്. ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ എല്ലാം നിങ്ങൾ അറിയിക്കും. ഓൾ ഓവർ ഇന്ത്യ ഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജാറിലോട്ടാക്കി കഴിഞ്ഞു. ആഹാ, അടിപൊളി. എന്തായാലും ഒരു കുപ്പി ഇന്ന് കൊണ്ടുപോകണം. ഉഗ്രൻ സാധനം. ഇപ്പോഴാണ് ഒരാൾ വർക്ക് കഴിഞ്ഞ് ഓടി വന്നത്. ഞാൻ പറഞ്ഞുതരാം ഇവിടെ വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അതെടുത്ത് കാണിക്കേ. ഇതെന്താണ്? ഉഴുന്ന് പപ്പടം, റൈസ് പപ്പടം. പിന്നെ ഇത് ദോശപ്പൊടിയാണ്. ദോശപ്പൊടി. ഇതിനൊക്കെ എല്ലാ ഇതില് വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ പറഞ്ഞത്. വാവ്, ചിപ്സ്. ഇത് ഇന്ന് ഉണ്ടാക്കിയതാ അല്ലേ? ഇന്ന് ഉണ്ടാക്കിയത്. ഇത് സത്യം പറയാം എന്തിനുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങനെയാ പാക്ക് ചെയ്ത് അങ്ങനെ കൊടുക്കും. ഓക്കെ, ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കി ഇന്ന് തന്നെ പാക്ക് ചെയ്ത് ഇന്ന് കൊടുക്കും. നാളത്തെ ഓർഡർ വരുമ്പോൾ ഇനി പിന്നെ ഉണ്ടാക്കും അല്ലേ? ഫ്രഷ്ലി പ്രിപ്പയർഡ്. യെസ്. പിന്നെ ഇതിന്റെ ഭയങ്കര വലിയ യൂസ് എന്ന് വെച്ചാൽ ഇതിന്റെ മഞ്ഞളുണ്ടല്ലോ, ഇതിന്റെ മഞ്ഞൾ നമ്മൾ പൊടിക്കുന്നതാണ്. അത് ഏറ്റവും വലിയ യൂസ്. ഇതൻ നല്ല എണ്ണ, അടിപൊളി എണ്ണ, റീയൂസബിൾ എണ്ണ ഇല്ല. ഹെൽത്ത് മിക്സ് എന്താണ് സാധനം? മില്ലറ്റ്സ്. കുറെ നമ്മുടെ ഹെൽത്തി ഫുഡിന് വേണ്ടി നമ്മൾ കുറെ പേർക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി. കുട്ടികൾക്ക് കുടിക്കാവോ? കുട്ടികൾ പിന്നെന്ത്, കുട്ടികളും കുടിക്കാം. യെസ്. പിന്നെ നമുക്ക് സാമ്പാർ പൊടി വരുന്നുണ്ട്, അതൊക്കെ അടുത്തതിലോട്ട് കാണിക്കാം. അപ്പൊ ഇത് ഇതായി പോകും, എല്ലാം കൂടെ ഇതായി പോകും. ഇന്ന് വാഴക്കപ്പം ഉണ്ടാക്കുന്ന കാണിച്ചു, ഉള്ളിത്തൊക്കെ ആക്കുന്ന കാണിച്ചു. തന്റെ കൂടെ മാത്രം എനിക്ക് തമ്മിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കാം. പാ. ഇതിന്റെ സീലിംഗ് പ്രോസസ്സാണ്. ഇതുപോലെ നമ്മൾ ജാറിനകത്ത് കയറ്റി കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന്, പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ സീൽ ഫോർ പ്രൊട്ടക്ഷൻ ചെയ്ത് സീൽ ചെയ്യും ഇതിനെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് കാണാം. ഓക്കെ, സോ ഇതുപോലെ അയൺ ബോക്സ് വെച്ച് ഹീറ്റ് ചെയ്ത് ആ ഒരു അലുമിനിയം സാധനത്തിന് ഇതിനകത്തോട്ട് സീൽ ചെയ്യും ഈ കുപ്പിയിലേക്ക്. ഇത് ഒരുപാട് നാൾ പ്രിസേർവ് ആയി നിൽക്കും. ഇത് എത്ര നാൾ കഴിക്കുക ഉള്ളിത്തൊക്ക്? മാക്സിമം 3 months. 3 months അല്ലേ? ഫ്രിഡ്ജിൽ വെക്കണം? ഫ്രിഡ്ജിൽ വെക്കണ്ട. ഓ, ഓക്കെ. എപ്പോഴും സ്പൂൺ ഡ്രൈ ആയിട്ട് ഉപയോഗിക്കുക. നമുക്ക് സീൽ ചെയ്ത് പാക്ക് ചെയ്യണം. ഓക്കെ,
ഉള്ളിത്തൊക്ക് റെഡി. സോ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ രണ്ടുപേരും രാജ് ഗ്രീൻ കോവിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ലോബ്സ്റ്റർ കഴിക്കണം എന്നുള്ള പേരിലാണ് വന്നത്. ലോബ്സ്റ്റർ ഇവിടെ വന്ന് നോക്കിയപ്പോൾ തന്നെ 3300 രൂപയാണ്. പ്ലസ് ടാക്സ് കൂടെ വരാൻ മിക്കവാറും 4000 രൂപയാവും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, രണ്ടും കൽപ്പിച്ചൊരു ലോബ്സ്റ്റർ പറയാമെന്ന് വിചാരിക്കുന്നു. അശ്വിൻ എന്താ പറയാൻ പോകുന്നത്? എനിക്ക് ദഹിക്കൂല. അശ്വിന് 500 രൂപയ്ക്ക് ഒരു പ്ലേറ്റ് തരച്ച് കൊടുത്ത് തിന്നു അല്ലേ? എന്താ വേണ്ടത് എനിക്ക്? ആക്ച്വലി മറ്റേ ഇതല്ലേ നമ്മുടെ ഫുൾക്കയും എന്തെങ്കിലും ചിക്കൻ്റെ കറിയും തനിക്ക് നല്ല ഇഷ്ടപ്പെടും. So this is the lobster. അടിയിൽ നോക്കിയേ. ഒരുപാട് നാളായിട്ട് കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് അവരിങ്ങനെ വളരെ ഡെക്കറേറ്റീവ് ആയിട്ടാണ് നാരങ്ങയൊക്കെ തരുന്നത് അതിൽ ഇതൊക്കെ വെച്ച്. അപ്പോൾ ജസ്റ്റ് കാരണം ഇത് വെക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു അവൻ്റെ കുരു വെളിയിൽ വരാതിരിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല ജോളിയായിട്ട് പിഴിഞ്ഞങ്ങ് എടുക്കാം. അശ്വിൻ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അടുത്തോട്ടോ ഇത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂട്. കുത്തിയെടുക്കാനാണോ എന്തോ ഐ ഡോണ്ട് നോ. ആയിരിക്കാം, എല്ലാം തോന്നുന്നു. ദൈവമേ, കൊഞ്ച്, എക്സാക്ട്ലി കൊഞ്ച് അടിപൊളി. പിന്നെ അശ്വിൻ്റെ എനിക്ക് വേണ്ട, കാണിച്ചതാ വീഡിയോയില്. ഓക്കെ അശ്വിൻ്റെ ഫുഡ് കഴിക്കാം. ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഹൗ ഇസ് യുവർ ഫുഡ്? എന്തൊക്കെയാ പറഞ്ഞത്? മലബാർ പൊറോട്ടയും നാടൻ ചിക്കൻ കറിയും. എൻ്റെ ദേ ഒരു സൈഡ് ഓഫ് ദ ലോബ്സ്റ്റർ മുഴുവൻ കഴിച്ചു കഴിഞ്ഞു. പക്ഷേ സിന്ധു ആൻറ്റിയുടെ അടുത്ത് പോലും വരത്തില്ല. സിന്ധു ആൻറ്റിയുടെയോ സിന്ധു ആൻറ്റി ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെയോ? സിന്ധു ആൻറ്റി ഉണ്ടാക്കണത് ചിക്കൻ കറിയുടെ അടുത്ത് പോലും വരില്ല. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഫുള്ള് കുക്കിംഗ് സെഷനും ലീലയിൽ വന്നിട്ടുള്ള ലോബ്സ്റ്റർ ഈറ്റിങ്ങും എല്ലാ പരിപാടിയും ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഇരുട്ടാണ്. ഞാൻ ഇവിടെ ബാക്കിയിൽ തിരിച്ച് നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കുന്ന അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അവിടെ ചെന്ന് തിരിച്ച് വീട്ടിൽ പോകണം. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ മൊത്തത്തിൽ ഇനി ഇരുട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഫുൾ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഞാനും അശ്വിനും മറ്റേ എൻ്റെ കണ്ണ് മാത്രം കാണാൻ കണ്ണും പല്ലും. ഓക്കെ, കുറച്ച് വെളിച്ചം കിട്ടട്ടെ. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈറ്റ് വരട്ടെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ സീ യു ഓൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ശരി, ഇപ്പോൾ അടുത്ത ലൈറ്റ് വരും. ബൈ പറഞ്ഞോടെ.